താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും രാജിവെച്ചതിനു പിന്നാലെ ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ തുറന്നടിച്ച നടി അൻസിബ ഹസൻ. ടിനി തനിക്കെതിരെ അവിഹിത കഥകൾ പടച്ചുവിടുകയാണെന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം ലൈംഗിക ചുവയോട് സംസാരിക്കും. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തര ശ്രമം നടത്തിയെന്നും അൻസിബയുടെ ആരോപണം. ഞാൻ രാജിവെക്കാൻ കാരണം ടിനി ടോമേട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാവുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. അപ്പൊ പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി വൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണ് അത്ര. ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്ര. എന്നിട്ട് 2 വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്. ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കൂ എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് വർക്കുകൾ കുറവാണ്. ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അൻസിബ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നടൻ ടിനി ടോമിന്റെ മറുപടി. പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചാണ് അൻസിബ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പരാതിയുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാമെന്നും ടിനി ടോം പറയുന്നു. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു എന്ന്. അതങ്ങനെ പറയരുതല്ലോ. നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത്. അബ്ദുൾ റഹീം, അത് അൻസിബ അവരോട് നീനാക്കുറുപ്പ് അടക്കമുള്ള താരങ്ങൾ, നടിമാർ, സഹപ്രവർത്തകർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കാണല്ലോ നിലവിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഈ 2 താരങ്ങൾക്ക് പിന്നിലും മറ്റ് സഹപ്രവർത്തകർ കൂടി അണിനിരക്കുന്ന ഒരു സാഹചര്യവും അവരെ അനുകൂലിച്ചും മറ്റുള്ളവർ പ്രതികൂലിച്ചും സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിലവിൽ ഈ നീനാക്കുറുപ്പ് പോലെയുള്ള താരങ്ങളുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വസ്തുത, വിവരങ്ങൾ? ശ്യാമിലി, പ്രധാനമായും താരസംഘടന അമ്മയിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആരോപണങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത്. കാരണം ആദ്യം അതായത് അമ്മ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അൻസിബ ഹസൻ. അതായത് അമ്മയുടെ ഒരു പരിപാടി നടന്നിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് അൻസിബ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതും പിന്നീട് ഇത്തരത്തിൽ അതായത് ടിനി ടോം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണ് ടിനി ടോം. ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻസിബ ഹസൻ രംഗത്ത് വരുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഒന്ന് അതായത് തനിക്കെതിരെ ലൈംഗികമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതായത് താൻ ആരോട് സംസാരിച്ചാലും അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് നടൻ ടിനി ടോം മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. മറ്റൊന്ന്, താൻ മതം മാറ്റാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ താൻ ജിഹാദിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ടിനി ടോം പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമായി അൻസിബ ഹസൻ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേത മേനോനെ അറിയിച്ചിരുന്നു. അതായത് വാക്കാൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ കാര്യങ്ങളോ ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് താൻ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ താൻ തുറന്നു പറയലിലേക്ക് കാര്യങ്ങൾ എത്തിയത് തനിക്ക് നേരത്തെ പേടിയുണ്ടായിരുന്നു. കാരണം ആ സിനിമയിൽ തൻ്റെ റോളുകൾ കുറയുമോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലൊന്നും ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാതിരുന്നത്. പക്ഷേ പിന്നീട് പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ടാണ് തുറന്നു പറച്ചിലേക്ക് താൻ വന്നത് എന്നുള്ളതാണ് പ്രധാനമായും അൻസിബ ഹസൻ പറയുന്നത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങളെ തള്ളുകയാണ് ടിനി ടോം. തനിക്ക് താൻ ഏതെങ്കിലും തരത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷമായി താൻ അമ്മ സംഘടനയിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സഹപ്രവർത്തക ഇത്തരത്തിലൊരു ആരോപണം തനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ അൻസിബ ഹസൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തത
ജില്ലയിൽ ഏതായാലും നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ, അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ, ആ രീതിയിൽ തന്നെ താൻ നേരിട്ടോളാമെന്നുള്ളതാണ് ടിനി ടോം പറയുന്നതിലും. താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല, അൻസിബ തൻ്റെ സഹോദരിയാണ്, ആ രീതിയിൽ തന്നെ അൻസിബയെ താൻ കണ്ടിട്ടുള്ളൂ. ഏതായാലും താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ അൻസിബയ്ക്ക് വേണമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ടിനി ടോം വ്യക്തമാക്കുന്നത്. ടിനി ടോമിന് പിന്തുണയുമായി നടി പ്രിയങ്ക അടക്കമുള്ളവർ രംഗത്ത് വന്ന സാഹചര്യം അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.